അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ട്രഷർ ഹണ്ടിൻ്റെ 5-ാമത്തെ ചോദ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് നാം ഓരോരുത്തരും. ഈ ഒരു നിമിഷത്തിൽ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അയച്ചുകൊണ്ട് 5-ാമത്തെ ഫൈനൽ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് കാത്തു നിൽക്കുമ്പോൾ ഇതുവരെ അയച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിച്ച് നിങ്ങൾക്കൊരു ക്ലൂകൾ ലഭിച്ചിട്ടുണ്ടാവും. ഈ ക്ലൂകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. പീസ് റേഡിയോ ആപ്പ് ഓപ്പൺ ചെയ്ത് ട്രഷർ ഹണ്ട് എന്നുള്ള ഫീച്ചർ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേരും കാര്യങ്ങളും കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 4 ചോദ്യങ്ങൾക്കും ഉത്തരയക്കാനുള്ള അവസരം ഇനിയും ഉണ്ടായിരിക്കുമെന്നുള്ള സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്ത്യൻ സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു. ആളുകൾ 5-ാമത്തെ ചോദ്യം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ ആളുകൾക്ക് അവസരമുണ്ട് എന്നുള്ളതും പറഞ്ഞു. 4 ക്ലൂകൾ കിട്ടി. ഇനി ഒരു ക്ലൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ട്രഷറിലേക്ക് എത്തണം. ഒരു നെഞ്ചെടുപ്പ് കൂടുന്ന സമയം കൂടെയാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ബീഫൊക്കെ എടുത്ത് കഴിക്കുക ഈ സമയത്ത് അല്ലേ. ആ ഒരു സമാധാനം കിട്ടാൻ കുറച്ച് ബീഫൊക്കെ എടുത്ത് കഴിച്ച് 5-ാമത്തെ ചോദ്യമൊക്കെ കേട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, 5-ാമത്തെ ക്ലൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അവസാനത്തെ ഉത്തരത്തിലേക്ക് എത്താം. നമ്മളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പീസ് റേഡിയോ അല്ലേ, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പീസ് റേഡിയോയിൽ ഒരു വൈജ്ഞാനിക കലവറ തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അത് പല പ്രായത്തിലുള്ള, പല കാറ്റഗറിയിലുള്ള, പല മേഖലയിലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവബോധമുണ്ടാക്കാവുന്ന കോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് അന്നൂർ എന്ന് പറയുന്നത്. എന്താണ് അന്നൂർ? ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അന്നൂർ കോഴ്സ്. അതോടെ വളരെ ഡീപ്പായിക്കൊണ്ട് ഖുർആൻ വളരെ ആഴത്തിൽ പഠിക്കാൻ, സമഗ്രമായി പഠിക്കാനുള്ള ഒരു കോഴ്സാണ് അന്നൂർ കോഴ്സ് എന്ന് പറയുന്നത്. ഖുർആന്റെ ഭാഷയാണ് അറബി അല്ലേ. ആ അറബി പഠിക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് വേണ്ടിയിട്ട് അറബി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മുടെ പീസ് റേഡിയോ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ ഇപ്പോൾ 1-ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി ഇൻഷാ അല്ലാഹ് 2-ാമത്തെ മൊഡ്യൂളായിട്ട് എന്ത് ചെയ്യും, ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അറബി ഭാഷ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ, അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ, അറബിയെക്കുറിച്ച് ഒരു ABCD അറിയാത്ത ആളുകളുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് 1-ാമത്തെ ക്ലാസ് മുതൽ കേട്ടുകൊണ്ട് കൃത്യമായിട്ട് അറബി ഭാഷയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോഴ്സ് നമ്മുടെ പീസ് റേഡിയോയിലുണ്ട്. ചില യൂട്യൂബ് ആഡുകൾ കാണാറുണ്ട്, അറബി ഭാഷ പഠിക്കാൻ പെയ്ഡ് ആപ്പുകൾ അല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. കൃത്യമായിട്ട് നമുക്ക് അല്ലേ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന രൂപത്തിൽ പീസ് റേഡിയോ അതെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അധ്യാപകർക്ക് സഹായകമാകുന്ന കേട്ടറ്റ് പരിശീലനം അതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ മദ്രസ, ഡെയിലി മദ്രസയിൽ പോകാൻ കഴിയാത്ത കുട്ടികൾ, രാവിലെ പോകാൻ സമയമില്ലാത്ത കുട്ടികൾ, മദ്രസ പഠനം, മദ്രസ സൗകര്യം തൊട്ടടുത്തൊന്നുമില്ലാത്ത ആളുകൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് പരിഹാരമാണ് ഈ മദ്രസ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വെക്കേഷനിൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വെക്കേഷനിലൂടെ കടന്നു പോവാണ്. ഈ ഒരു വെക്കേഷനിലുള്ള ഒരു കോഴ്സായിരുന്നു സമ്മർ ക്വസ്റ്റ് എന്ന് പറയുന്നത്. സമ്മർ ക്വസ്റ്റ് LP കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും UP കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ട് അത് ഒരു 2 മാസം കുട്ടികളെ ഏകദേശം മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്ന്, ഉപയോഗത്തിൽ നിന്ന്, സ്ക്രീൻ ടൈമിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികളെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചു വിടുന്ന ഒരു സംരംഭമായിരുന്നു സമ്മർ ക്വസ്റ്റ്. ലൈഫ് കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ലൈഫ് കോഴ്സ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലകളിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് വിവാഹം, ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ആ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പീസ് റേഡിയോയിലെ ഈ ഒരു ലൈഫ് കോഴ്സിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് നമസ്കാരം, അതുപോലെ തന്നെ വുളു, കുളി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു നമ്മുടെ ലൈഫ് കോഴ്സിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 5-ാമത്തെ ചോദ്യം എന്തായിരിക്കും? 5-ാമത്തെ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഓരോ കോഴ്സുകളും നമ്മൾ പരിചയപ്പെടുത്തിയത് നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മുടെ അറിവ് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശ്രോതാക്കളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, ഉപകാരപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ആ ഒരു വിവരം പഠിക്കാൻ വേണ്ടി വിജ്ഞാന ദാഹികളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ ആപ്പ് തുറക്കുമ്പോൾ കോഴ്സ് ഓപ്ഷനിൽ ഹജ്ജ് പഠന കോഴ്സിൽ എത്ര വീഡിയോകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് 5-ാമത്തെ ചോദ്യം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആദ്യമായിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് നേരിടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ ഏറ്റവും താഴെ സ്റ്റേഷൻസ് എന്ന് കാണാം. അതിന് തൊട്ടുപുറത്ത് കോഴ്സ് എന്നൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കോഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ,
നമ്മുടെ ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അതിൽ നമ്മളിങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഹജ്ജ് പഠന കോഴ്സ് എന്നൊരു ഭാഗം കാണാൻ പറ്റും. അതിലമർത്തുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ലഭിക്കുക. അതിൽ എൻറോൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റുക, അതിൻ്റെ വീഡിയോകൾ കേൾക്കാൻ പറ്റുക. ഹജ്ജുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള കോഴ്സുകളൊക്കെ എല്ലാം നമുക്ക് കാണാൻ പറ്റുക. അതിൽ നമ്മൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ തുറക്കുന്നു, കോഴ്സ് ഓപ്ഷനിൽ പോകുന്നു, ഹജ്ജുമായി ബന്ധപ്പെട്ട ഭാഗം കാണുമ്പോൾ അവിടെ നമ്മൾ അമർത്തുന്നു. അതിൽ കാണുമ്പോൾ ഉള്ള ചോദ്യമാണ് എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം അയക്കുമ്പോൾ ഒരു ക്ലൂ കിട്ടി, രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ചോദ്യങ്ങൾ അയക്കുമ്പോൾ ഓരോ ക്ലൂ കിട്ടി. ഈ 5ാമത്തെ ചോദ്യത്തിന്റെ ക്ലൂ കൂടെ അയക്കുമ്പോൾ 5 ക്ലൂകൾ കിട്ടിയിട്ടുണ്ടാവും. ഇനിയാണ് നമ്മുടെ പ്രേക്ഷകര് ചിന്തിക്കേണ്ടത്. 5 ചോദ്യങ്ങൾ കിട്ടി, 5ൻ്റെയും ഉത്തരം കൃത്യമായി ചെയ്ത ആളുകൾക്ക് 5ാമത്തെ ഓപ്ഷനും കിട്ടും അല്ലേ. അതിൽ നിന്ന് ചിന്തിച്ച് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ട്രഷറിലേക്കുള്ള ഏറ്റവും വലിയ ഉത്തരം ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ മുതൽ ഈ 5ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അയക്കാവുന്നതാണ്. അപ്പോൾ ക്ലൂ കിട്ടും. ഈ ക്ലൂകളെല്ലാം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രേക്ഷകരെത്തും. ഈ ഉത്തരങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഫൈനലായിട്ട് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവും, നിധിയിലേക്കുള്ള ആ ഒരു താക്കോൽ. ആ താക്കോൽ എത്ര മണി മുതൽ അപ്ലോഡ് ചെയ്യാം? അപ്പോൾ 5:30, 6:30, 7 മണി വരെ 1.5 മണിക്കൂർ സമയമുണ്ട്. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, 1.5 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് 1ാമത്തെ ചോദ്യം മുതൽ നമുക്ക് കിട്ടിയ ഓരോ ക്ലൂകളും പരിശോധിക്കാം, അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച് വന്ന് 5ാമത്തെ ക്ലൂവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും നമുക്ക് ഫൈനൽ ഉത്തരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടാകും. ആ നിങ്ങൾക്ക് കിട്ടിയ ആ ഉത്തരമുണ്ടല്ലോ, അതാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 5:30 മുതൽ 7 മണി വരെ അയക്കേണ്ടത്. അപ്പോൾ ആരാണ് വിജയി, ആരൊക്കെയാണ് യഥാർത്ഥമായ ഉത്തരത്തിലെത്തിയത് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യം 7 മണി മുതലുള്ള നമ്മുടെ അപ്ഡേഷൻസിലൂടെ അറിയാൻ പറ്റും. 7 മണിക്ക് കൃത്യം നമ്മൾ ഓരോ ക്ലൂകളും എന്താണ് എന്ന് വിശദീകരിക്കുന്ന വളരെ രസകരമായ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. പീസ് റേഡിയോയിൽ ലൈവായിട്ട് കേൾക്കാൻ പറ്റും, ചാനലിൽ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഗതി കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും, കാണാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കാം 7 മണിക്ക് പീസ് റേഡിയോ ആപ്പിലൂടെ. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.